ഇവിടെ നമ്മൾ ഇന്ന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡേറ്റാബേസ് ഡിസൈനിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിവിടെ പറയണത്. അപ്പോൾ ഓരോ മോഡ്യൂൾ വൈസ് നിങ്ങൾ കുറച്ച് പ്രോബ്ലംസ് എന്താണെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യണം. പിന്നെ കുറേ തിയറി പോർഷൻസ് പഠിക്കാൻ പറ്റുന്നത്, പാസ്സാവാൻ പറ്റുന്ന പോർഷൻസാണ് ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ മോഡ്യൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫണ്ടമെൻ്റൽസ് നോക്കി വെക്കുക. അതായത് കമ്പാരിസൺ, ഡേറ്റാബേസും ഒരു ഫയൽ സിസ്റ്റമായിട്ടുള്ള കമ്പാരിസണും, ഡേറ്റാബേസ് എന്താണ്, അതുപോലെ എങ്ങനെയാണ് ഫയൽ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് ഡേറ്റാബേസ്, അത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഡേറ്റ മോഡൽസ് ആൻഡ് ഡേറ്റാബേസ് ലാംഗ്വേജസ്, അതായത് പലതരത്തിലുള്ള ഡേറ്റ മോഡൽ ഉണ്ട്. റിലേഷൻ മോഡൽ, നെറ്റ്വർക്ക് മോഡൽ, ഹെറാർക്കിക്കൽ മോഡൽ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഡേറ്റ മോഡൽസ് എന്താണെന്ന് ജസ്റ്റ് നോക്കി വെക്കുക. അതൊരു 4 മാർക്സിൻ്റെയൊക്കെ ക്വസ്റ്റൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അതുപോലെ 3 സ്കീമ ആർക്കിടെക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. 3 സ്കീമ ആർക്കിടെക്ചർ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. ഒന്നുകിൽ 3 സ്കീമ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ 3 സ്കീമ ആർക്കിടെക്ചർ തന്നെയായിരിക്കും ചോദിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഡേറ്റ ഹൈഡിങ് എങ്ങനെയാണ് ഡേറ്റാബേസിൽ പോസിബിൾ ആയിട്ടുള്ളതെന്നായിരിക്കും ചോദിക്കുന്നത്. ചില കേസിൽ ചോദിക്കുക ഡേറ്റ അബ്സ്ട്രാക്ഷൻ ഹൗ ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ഡേറ്റാബേസ് എന്നായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ആൻസർ ഈ 3 സ്കീമ ആർക്കിടെക്ചറാണ്. 3 സ്കീമ ആർക്കിടെക്ചർ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, നോക്കാം. ദെൻ മോഡൽ. മോഡൽ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. മിക്കവാറും ഷുവറായിട്ടും ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ് മോഡൽ. എന്ന് വെച്ചാൽ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലാണ് മോഡൽ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ മോഡൽ പഠിക്കുമ്പോൾ നിങ്ങൾ ഡയഗ്രാംസ് ഡ്രോ ചെയ്യാൻ കൂടെ പഠിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് കോൺസെപ്റ്റ് പെട്ടെന്ന് പറഞ്ഞു തരാം. മോഡലിൻ്റെ ഡയഗ്രം എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഡയഗ്രത്തിൽ ആക്ച്വലി ഇതുപോലെ പല പല ബോക്സസ് ആണ് പല റിലേഷൻസിനെയും എൻറ്റിറ്റീസിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റെക്റ്റാങ്കിൾ ഇട്ടിട്ടുണ്ടെങ്കിൽ റെക്റ്റാങ്കിൾ ആക്ച്വലി റെക്റ്റാങ്കിൾസ് റെപ്രസെൻറ്റ് എൻറ്റിറ്റി സെറ്റ്. അതുപോലെ ഇത് കണ്ടോ, ഡയമണ്ട് ബോക്സ് ആണെങ്കിൽ അത് റിലേഷനെ ആയിരിക്കും കാണിക്കുക. അതുപോലെ എലിപ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് ആട്രിബ്യൂട്ട്സിനായിരിക്കും കാണിക്കുക. അപ്പോൾ ഡയമണ്ട്സ് റിലേഷൻ, അതുപോലെ ലൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആട്രിബ്യൂട്ട്സ്, അതായത് പ്രൈമറി കീസിനെ. ഈ ലൈൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിങ്ക് ആണ് കേട്ടോ. ഈ ലൈൻസ് ലിങ്ക്. ഒരു ആട്രിബ്യൂട്ടിൻ്റെ അടിയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രൈമറി ആട്രിബ്യൂട്ടിനായിരിക്കും അത് കാണിക്കുക. ഓക്കെ, അതുപോലെ ഡബിൾ എലിപ്സസ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാവും. ഡബിൾ എലിപ്സസ് ആണെങ്കിൽ ഇത് വീക്ക് എൻറ്റിറ്റി സെറ്റ് എന്ന് പറയും. വീക്ക് എൻറ്റിറ്റി സെറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതൊരു ഡയഗ്രത്തിന് എക്സാമ്പിളാണ്. ഇവിടെ കസ്റ്റമറും ലോണും 2 എൻറ്റിറ്റിയാണ്. ഈ 2 എൻറ്റിറ്റിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റിലേഷനാണ് ബോറോവർ എന്ന് പറയുന്ന റിലേഷൻ. അപ്പോൾ കസ്റ്റമറിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് കസ്റ്റമർ സീറ്റ്, കസ്റ്റമർ നെയിം, കസ്റ്റമർ ഐ ഡി, കസ്റ്റമർ സീറ്റ്. അതിൽ ഈ കസ്റ്റമർ ഐ ഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈമറി കീ ആണ്, അതുകൊണ്ടാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ലോണിൻ്റെ ആട്രിബ്യൂട്ടാണ് ലോൺ നമ്പർ, എമൗണ്ട്. ലോൺ നമ്പർ ഈസ് ദ പ്രൈമറി കീ ഓഫ് ലോൺ, അതുകൊണ്ടാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി വീക്ക് എൻറ്റിറ്റി സെറ്റ് എന്താണെന്ന് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചോദിക്കാവുന്നതാണ്. വീക്ക് എൻറ്റിറ്റി സെറ്റ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ കസ്റ്റമറിൻ്റെ കേസിലാണെങ്കിൽ കസ്റ്റമർ ഐ ഡി എന്ന് പറഞ്ഞാൽ ഒരു യുണീക്കായിട്ട് എല്ലാ ടെപ്പിനും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എൻറ്റിറ്റി, ഒരു ആട്രിബ്യൂട്ടാണ്. അതായത് കസ്റ്റമർ ഐ ഡി 1 എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഐ ഡി 1 ആയിട്ടുള്ള ഒരാളെ ഉണ്ടാകത്തുള്ളൂ. അതുപോലെ ലോൺ നമ്പർ എന്ന് വെച്ചാൽ ആ ലോൺ നമ്പറിൽ ഒരാളെ കാണുള്ളൂ, അല്ലേ? അപ്പോൾ ആ ഐ ഡി വെച്ചിട്ട് നമുക്ക് യുണീക്കായിട്ട് ഓരോ റെക്കോർഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. പക്ഷേ വീക്ക് എൻറ്റിറ്റി സെറ്റ് എന്ന് വെച്ചാൽ ഇതുപോലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ആട്രിബ്യൂട്ട് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, സ്ട്രോങ് ആയിട്ട് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലോൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ റിലേഷൻ, അതിനകത്ത് പേയ്മെൻറ്റ് നമ്പർ ഉണ്ട്, പേയ്മെൻറ്റ് ഡേറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. അതുപോലെ പേയ്മെൻറ്റിൻ്റെ കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പേയ്മെൻറ്റ് നമ്പറാണ് ഞാൻ എൻ്റെ പ്രൈമറി കീ ആയിട്ട് എടുത്തേക്കുന്നത് വിചാരിക്കുക. ഇപ്പോൾ പേയ്മെൻറ്റ് നമ്പർ 1, 2, 3 അങ്ങനെ ഇടുന്നത് ചിലപ്പോൾ ഓരോ ലോണിനും ചിലപ്പോൾ ഡിഫറെൻറ്റ് റിലേഷൻസ് ആയിരിക്കും കീപ്പ് ചെയ്തേക്കുന്നത്. പേയ്മെൻറ്റ് റിലേഷൻ, അതായത് ഇപ്പോൾ ഒരു വെഹിക്കിൾ ലോണ്, അതുപോലെ ഹോം ലോൺസ്, ഇതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പേയ്മെൻറ്റ് റിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എല്ലാത്തിലും പേയ്മെൻറ്റ് നമ്പർ 1 വരാം, അല്ലേ? വിത്തിൻ ആ ഹോം ലോണിനകത്ത് മാത്രമാണെങ്കിൽ അത് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹോൾ ആസ് ഇറ്റ് സെൽഫ് അതൊരു യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കീ അല്ല. അപ്പോൾ അങ്ങനെയുള്ള കീസിനെയാണ് നമ്മൾ വീക്ക് എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുക. അപ്പോൾ അതും കൂടെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ മോഡൽ അതാണ്. അപ്പോൾ മോഡൽ പറയുമ്പോൾ
ഡയഗ്രാം വരയ്ക്കാൻ ചിലപ്പോൾ ചോദിക്കാം. ഇതുപോലെ ഒരു സിനാരിയോ തന്നിട്ട് അതിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. പിന്നെയുള്ളത് ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ആണ്. എന്തൊക്കെ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ടെന്ന്? ഒന്നാമത് ഡൊമൈൻ കൺസ്ട്രെയിൻസ്, പ്രൈമറി കീ കൺസ്ട്രെയിൻസ്, അതുപോലെ റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ്. റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി എന്ന് വെച്ചാൽ ഫോറിൻ കീയുടെ കോൺസെപ്റ്റ് തന്നെയാണ്. റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് എന്ന് വെച്ചാൽ ഫോറിൻ കീ കൺസ്ട്രെയിൻറ്റിനാണ് റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഫോറിൻ കീ എന്താണെന്ന് അറിയാലോ അല്ലേ? അതായത് ഒരു ടേബിളിൽ പ്രൈമറി കീ ആയിട്ടുള്ള ആട്രിബ്യൂട്ട് വേറൊരു ടേബിളിലും പ്രസൻറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ നമുക്ക് ഈ റിലേഷൻസ് തമ്മിൽ നമുക്ക് ലിങ്ക് ചെയ്യാം. അതിനാണ് നമ്മൾ റെഫറൻഷ്യൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. അതുപോലെ പ്രൈമറി കീ കൺസ്ട്രെയിൻ്റ് എന്ന് പറഞ്ഞാൽ പ്രൈമറി കീ എന്ന് വെച്ചാൽ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം, അതൊരു കൺസ്ട്രെയിൻ്റ്. പിന്നെ പ്രൈമറി കീയിനകത്തുള്ള വാല്യൂ ഒരിക്കലും നള്ളാവാൻ പാടില്ല. പ്രൈമറി കീ ഒരിക്കലും നള്ളാവാൻ പാടില്ല. അതാണ് ഒരു പ്രൈമറി കീ കൺസ്ട്രെയിൻ്റ്. അപ്പോൾ ഇൻറ്റഗ്രിറ്റി കൺസ്ട്രെയിൻസ് നോക്കിക്കോളാം. പിന്നെ റിലേഷണൽ ഓൾജിബ്ര. റിലേഷണൽ ഓൾജിബ്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട്, യൂണിയൻ, പ്രൊജക്റ്റ്, ജോയിൻ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ ഇല്ലേ, അത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, നോക്കാം. ദെൻ ഡേറ്റാബേസ് ലാംഗ്വേജസ് സെക്കൻഡ് മോഡ്യൂളിലും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്തായാലും ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. DDLും DMLും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ DDL മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ DML മാത്രം ചോദിക്കാം. DDL ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, ഇത് ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജും ഇത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, നോക്കിക്കോളാം. ദെൻ അപ്പോൾ ഇത് മൂന്നും സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ SQL ഒക്കെ ഇപ്പോൾ ഇനി തേർഡ് മോഡ്യൂളിൽ SQL ആണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. അതൊന്ന് ഓർക്കുക, ഒരു നോൺ പ്രൊസീജിയർ ലാംഗ്വേജ് ആണ്. അപ്പോൾ പ്രൊസീജിയർ ലാംഗ്വേജും നോൺ പ്രൊസീജിയർ ലാംഗ്വേജും ഡിഫറൻസ് എന്നും ഓർത്ത് വെക്കുക. പ്രൊസീജിയർ ലാംഗ്വേജിന് എക്സാമ്പിളാണ് റിലേഷണൽ ഓൾജിബ്ര. അവിടെ നമ്മൾ എന്താണ് നമുക്ക് വേണ്ടതെന്നും എങ്ങനെയാണ് കിട്ടേണ്ടതെന്നും പറഞ്ഞു കൊടുക്കണം. നോൺ പ്രൊസീജിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു സ്പെസിഫൈ വാട്ട് വി ഹാവ് ടു ഗെറ്റ് വിത്തൗട്ട് സ്പെസിഫൈ ഹൗ ടു ഗെറ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ SQL നോൺ സ്ട്രക്ചേർഡ് ആണ്, നോൺ പ്രൊസീജിയറൽ ലാംഗ്വേജ് ആണ്. അപ്പോൾ SQLൻ്റെ എക്സാമ്പിൾ നോക്കുക, എങ്ങനെയാണ് ക്വറി എഴുതുന്നതെന്ന് നോക്കുക. ഇത് കുറച്ച് പേര് എന്നോട് ക്വറി എഴുതാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ സമയമില്ല കേട്ടോ. അപ്പോൾ ആക്ച്വലി ഇതൊന്നുമില്ല. ഈ സെലക്ട് എന്താണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് കൊടുക്കുക, ഫ്രം ഏത് ടേബിളിൽ നിന്നാണെന്ന് കൊടുക്കുക, വെയർ കണ്ടീഷൻ കൊടുക്കുക. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് നമ്മൾ ഇംഗ്ലീഷിൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്നതിനെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് അങ്ങ് ക്വറി എഴുതിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ശരിയാവും. പിന്നെ അഗ്രഗേറ്റ് ഫംഗ്ഷൻ ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അഗ്രഗേറ്റ് ഫംഗ്ഷൻ മെയിനായിട്ട് വരുന്നത് ഇത് 5 എണ്ണമാണ്. ഒന്ന് ആവറേജ്, ഒന്ന് മിനിമം, ഒന്ന് മാക്സിമം, ഒന്ന് സമ്മ്, ഒന്ന് കൗണ്ട്. അപ്പോൾ ഈ ഓരോ ഇത് ഫംഗ്ഷൻ ആയിരിക്കും ഓരോരോ മാർക്ക് വരിക കേട്ടോ. അപ്പോൾ ആവറേജ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ട് എടുത്തിട്ട് അതിൻ്റെ ആവറേജ് ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ സാലറിയുടെ ആവറേജ് ആയിരിക്കും കിട്ടുക. അല്ല മിനിമം ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ സാലറിയുടെ മിനിമം സാലറി ഉള്ള വാല്യൂ ഏതാണോ ആ വാല്യൂയിലേക്ക് റിട്രീവ് ചെയ്യുക. അതുകൊണ്ട് മാക്സിമം സമ്മാണെങ്കിൽ എല്ലാ റോയിലെയും ആ ആട്രിബ്യൂട്ടിൻ്റെ സമ്മായിരിക്കും കിട്ടുക. കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഉണ്ടെന്നായിരിക്കും കിട്ടുക. അപ്പോൾ ഈ 5 എണ്ണമാണ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ്. പിന്നെ വ്യൂസും അസേർഷൻസും ട്രിഗേഴ്സും. വ്യൂസ്, അസേർഷൻസ് ആൻഡ് ട്രിഗേഴ്സ്. വ്യൂസ് നമ്മൾ ഓൾറെഡി നമ്മുടെ 3 സ്കീം ആർക്കിടെക്ചർ പറഞ്ഞപ്പോൾ വ്യൂ ഓൾറെഡി എന്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അസേർഷൻസും ട്രിഗേഴ്സും നോക്കിക്കോളാം. അസേർഷൻസ് എന്ന് വെച്ചാൽ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഒരു പ്രെഡിക്കേറ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു കണ്ടീഷൻ പറയാമെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു ബാങ്കിങ് ട്രാൻസാക്ഷനകത്ത് ഡിപ്പോസിറ്റ് ഉള്ളവരുടെ എല്ലാം കൂടെ എമൗണ്ട് എടുക്കുക, എത്രത്തോളം ഡിപ്പോസിറ്റ് ആ ബാങ്കിലുണ്ടെന്നുള്ളത്. അതുപോലെ ലോൺ കൊടുത്ത എമൗണ്ട് എടുക്കുക. അപ്പോൾ ഒരിക്കലും ലോൺ കൊടുത്ത എമൗണ്ട് ഡിപ്പോസിറ്റ് എമൗണ്ടിനെക്കാളും കൂടാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രെഡിക്കേറ്റ്, അങ്ങനത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ആ പ്രെഡിക്കേറ്റിനെയാണ് അസേർഷൻസ് എന്ന് പറയുക. അതുപോലെ ട്രിഗർ ആക്ടിവേറ്റ് ചെയ്യാം. നമുക്കൊരു പർട്ടിക്കുലർ ഇപ്പോൾ ബാങ്ക് ബാലൻസ് ഒരിക്കലും ഇപ്പോൾ മിനിമം ബാലൻസ് ഇപ്പോൾ 100 കീപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുക അക്കൗണ്ടിൽ. ഇപ്പോൾ നമുക്ക് SBIക്കൊക്കെയാണ് ഇതുപോലത്തെ പല ഇതുണ്ടല്ലേ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇവൻറ്റ് ട്രിഗർ ചെയ്യാൻ പറ്റും. അതിനുള്ള പ്രൊസീജിയറാണ് ട്രിഗർ എന്ന് പറയുന്നത്. പിന്നെ ചോദിക്കാൻ പറ്റുന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. അപ്പോൾ ഇത് മൂന്നും തേർഡ് മോഡ്യൂളിൽ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഫോർത്ത് മോഡ്യൂളിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് നോർമലൈസേഷൻ തന്നെയാണ്. നോർമലൈസേഷൻ, അതും PCNF വരെയുള്ള നോർമലൈസേഷൻ എന്താണെങ്കിലും നോക്കി വെക്കുക. പിന്നെ ഫോർത്ത് നോർമലൈസേഷൻ, ഫിഫ്ത്ത് നോർമലൈസേഷൻ പറയുന്നതെന്ന് വെച്ചാൽ ഫോർത്ത് നോർമലൈസേഷൻ മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഫിഫ്ത്ത് നോർമലൈസേഷൻ ജോയിൻ ഡിപ്പെൻഡൻസിയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസി എന്താണ്, ജോയിൻ ഡിപ്പെൻഡൻസി എന്താണെന്ന് നോക്കിക്കോളാം. ജോയിൻ ഡിപ്പെൻഡൻസി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 2 റിലേഷൻസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് കുറേ സ്പ്യൂരിയസ് ടെപ്പിൾസ് ജനറേറ്റ് ചെയ്യും. അങ്ങനത്തെ സ്പ്യൂരിയസ് ടെപ്പിൾസിനെ എലിമിനേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഫിഫ്ത്ത് നോർമൽ ഫോം ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്.
പിന്നെ ആംസ്ട്രോങ് ആക്സിയംസ്, ഇത് ഫംഗ്ഷൻ ഡിപ്പെൻഡൻസിയിൽ ആംസ്ട്രോങ് ആക്സിയംസ് നോക്കുക. ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ആംസ്ട്രോങ് ആക്സിയംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ ഡിപ്പെൻഡൻസിയിൽ നമ്മൾ പല പല റൂൾസ് പറയുമല്ലോ. ഇപ്പം ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഒക്കെ നമ്മൾ നോർമലൈസേഷനിൽ പഠിച്ചില്ലേ, അതുപോലത്തെ കുറേ റൂൾസ് ഉണ്ട്. ഇപ്പോൾ എ ഡിറൈസ് ബി, ബി ഡിറൈസ് സി ഉണ്ടെങ്കിൽ എ ഡിറൈസ് സി ചെയ്യാം. അതുപോലെ കോൺകാറ്റിനേറ്റ് ചെയ്യാവുന്ന റൂൾസ്, അങ്ങനെ കുറേ ആംസ്ട്രോങ് ആക്സിയംസ് ഉണ്ട്, അത് നോക്കിക്കോളാം. പിന്നെ ഇതിനകത്തൊന്നും എക്സ്പെക്ട് ചെയ്യാവുന്ന പ്രോബ്ലംസ് ആണ് കനോണിക്കൽ കവർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് കുറേ സെറ്റ് ഓഫ് ഫംഗ്ഷൻ ഡിപ്പെൻഡൻസി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ കാൻഡിഡേറ്റ് കീയെ കണ്ടുപിടിച്ചിട്ട് കനോണിക്കൽ കവർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം. ദെൻ ഫിഫ്ത്ത് മോഡ്യൂളിൽ ഈ 2 ടോപ്പിക്ക് പഠിച്ചാൽ ഏകദേശം എല്ലാം തന്നെ കിട്ടേണ്ടതാണ്. ഇൻഡസ്ട്രക്ചേഴ്സ് ഞാൻ ഓൾറെഡി ഇൻഡസ്ട്രക്ചേഴ്സും ബി പ്ലസ് ഡീസ് ചെറുതായിട്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ആ നോംസ് എന്താണെന്നുള്ളത് എന്താണ് കോൺസെപ്റ്റ് എന്നുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇൻഡസ്ട്രക്ചേഴ്സിൽ പ്രൈമറി ഇൻഡെക്സ്, സെക്കൻഡറി ഇൻഡെക്സ്, മൾട്ടി ലെവൽ ഇൻഡെക്സ്. ഇപ്പോൾ ഓർഡേർഡ് ഇൻഡെക്സസ് തന്നെ നമുക്ക് സ്പാർസ് ഇൻഡിസസും ഡെൻസ് ഇൻഡിസസ് അങ്ങനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, അത് നോക്കുക. പിന്നെ ക്വറി ഒപ്റ്റിമൈസേഷൻ. അപ്പോൾ ക്വറി ഒപ്റ്റിമൈസേഷൻ എന്താണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്വറി അതേപടി തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമ്മൾ ഇന്നലെ ആ വീഡിയോയിൽ കണ്ടതുപോലെ 5 സ്റ്റെപ്സ് വെച്ചിട്ട് സുഖമായിട്ട് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം, ആ ഒരു പ്രോബ്ലം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി അതുപോലത്തെ തന്നെ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് റിലേഷൻസ് മാറുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അതല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു നിങ്ങൾക്കൊരു സിനാരിയോ ആണ് തന്നേക്കുന്നതെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എന്ത് ഫോം ചെയ്യണം, അതുപോലെ ഒരു ക്വറി ഫോം ചെയ്യണം. ആ ക്വറി ഫോം ചെയ്യാനുള്ള ടെക്നിക്ക് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ജോയിൻ എടുക്കേണ്ടതെന്നുള്ളത്. ഓക്കെ. പിന്നെ വരുന്നത്, അപ്പോൾ ഇതാണ് 5th മോഡ്യൂളിൽ നിന്ന് മെയിനായിട്ട് വരിക. പിന്നെ 6th മോഡ്യൂളിൽ വരുന്നത് ഷെഡ്യൂൾസ്, കൺകറൻസി കൺട്രോളാണ്. ഷെഡ്യൂൾസ് എന്താണെന്ന് നോക്കുക. ദെൻ കൺകറൻസി കൺട്രോൾ, അതായത് ഇപ്പോൾ നമുക്ക് പല പല ഷെഡ്യൂൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഷെഡ്യൂൾസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ആ ഓർഡർ എങ്ങനെയൊക്കെയാണ്, ഇപ്പോൾ ഒരു ഡേറ്റ ആയിട്ട് നമ്മളെടുത്തു, അതിനകത്തേക്ക് റീഡ് ചെയ്യുന്നു, എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യുന്നു, അത് റൈറ്റ് ചെയ്യുന്നു, ഇങ്ങനെ നമ്മൾ കുറേ സീക്വൻസ് ആയിട്ട് എഴുതില്ലേ, ഇതിനെയാണ് നമ്മൾ ഷെഡ്യൂൾ എന്ന് പറയുക. അപ്പോൾ ഈ പല പല ഷെഡ്യൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പാരലായിട്ട് കൺകറൻ്റായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കൺകറൻ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ലോക്കിംഗ് സ്കീം യൂസ് ചെയ്യണം. ഒരു പർട്ടിക്കുലർ ഡേറ്റ ഐറ്റം തന്നെ 2 ഷെഡ്യൂൾ ആക്സസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവാൻ പാടില്ല. ഇൻകൺസിസ്റ്റൻസി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു ഡേറ്റ ഐറ്റം ട്രാൻസാക്ഷൻ T1ഉം ട്രാൻസാക്ഷൻ T2ഉം റീഡ് ചെയ്യുന്നു. ഒരാൾ റീഡ് ചെയ്യുന്നു, മറ്റേയാൾ റൈറ്റ് ചെയ്യുന്നു. ഈ മറ്റേയാൾ റൈറ്റ് ചെയ്ത സംഭവം തന്നെ ആയിരിക്കണം അടുത്ത തവണ അടുത്ത ഷെഡ്യൂൾ വരുമ്പോൾ റീഡ് ചെയ്യുന്നത്. അപ്പം അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡേറ്റ 50 ആണ് എൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ, എയുടെ വാല്യൂ 50 ആണ്, അടുത്ത ട്രാൻസാക്ഷൻ 50 എന്നുള്ളത് 70 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു. പക്ഷേ ആ ഇൻഫർമേഷൻ അടുത്ത ഷെഡ്യൂളിന് കിട്ടിയില്ലെങ്കിൽ 50 തന്നെ ഡേറ്റ എടുത്തിട്ടായിരിക്കും വീണ്ടും പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ ട്രാൻസാക്ഷൻ തെറ്റിപ്പോവും, ട്രാൻസാക്ഷൻ്റെ റിസൾട്ട് തെറ്റിപ്പോവും, ഒരു ഇൻകൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോൾ, ലോക്കിംഗ് പ്രോട്ടോക്കോളാണ് 2 ഫേസ് ലോക്കിംഗ് പ്രോട്ടോക്കോൾ. ഇപ്പോൾ 2 ഫേസ് ലോക്കിംഗ് പ്രോട്ടോക്കോളിൽ 2 ഫേസാണുള്ളത്, ഒന്ന് ഗ്രോയിങ് ഫേസും ഒന്ന് ശ്രിങ്കിങ് ഫേസും. അപ്പോൾ ഗ്രോയിങ് ഫേസിലാണ് ലോക്ക് ഗ്രാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഗ്രോയിങ് ഫേസിലായിരിക്കും. ലോക്ക് റിലീസ് ചെയ്യുന്ന ഫേസാണ് ശ്രിങ്കിങ് ഫേസ്. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ലോക്ക് ഗ്രാൻഡ് ചെയ്യത്തില്ല. ഓക്കെ. അപ്പോൾ ഈ 2 ഫേസ് ലോക്കിംഗ് പ്രോട്ടോക്കോളിലും ഉണ്ടാകാൻ പറ്റുന്നൊരു പ്രശ്നമാണ് ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം 2 ഫേസ് ലോക്കിങ്ങിൽ ഉണ്ടാവാം. അതുപോലെ സീരിയലൈസബിൾ ഷെഡ്യൂൾ എന്താണെന്ന് നോക്കി വെക്കുക. അതിൽ വ്യൂ ആൻഡ് കോൺഫിസ് സീരിയലൈസബിലിറ്റി, 2 ടൈപ്പ് ഷെഡ്യൂൾസ് ഉണ്ട്, വ്യൂ സീരിയലൈസബിൾ ഷെഡ്യൂളും കോൺഫിസ് സീരിയലൈസബിലിറ്റിയും കേട്ടോ. അത് രണ്ടോന്ന് നോക്കി വെക്കുക. പിന്നെ ചെക്ക് പോയിൻറ്റിംഗ് ഉണ്ട്. ചെക്ക് പോയിൻറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ട് ട്രാൻസാക്ഷൻ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനു മുന്നേ ചെയ്ത എല്ലാ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യാതെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇടയ്ക്കിടയ്ക്ക് ഒരു ചെക്ക് പോയിൻ്റ് നമ്മൾ ഇട്ട് വെക്കും. ഈ ചെക്ക് പോയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെക്ക് പോയിൻ്റ് വരെയുള്ള കാര്യങ്ങൾ ഫുള്ളി കമ്മിറ്റ് ചെയ്ത കാര്യങ്ങളായിരിക്കും. അതായത് ഫുള്ളി കമ്മിറ്റ് ചെയ്ത് ആ ട്രാൻസാക്ഷൻ എന്തൊക്കെ നടന്നു എന്നുള്ളത് ഡേറ്റാബേസ് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴാണോ ഒരു ട്രാൻസാക്ഷൻ ഫെയിലിയർ ഉണ്ടാവുന്നത്, ആ ഫെയിലിയർ നടക്കുന്ന സമയത്ത് നമ്മൾ സിസ്റ്റം റിക്കവർ ചെയ്യുമ്പോൾ അതിന് തൊട്ട് മുന്നേ ഉള്ള ചെക്ക് പോയിൻ്റ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ റിക്കവർ ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ചെക്ക് പോയിൻറ്റിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫിഫ്ത്ത് മോഡ്യൂളിൻ്റെ സിക്സ്ത് മോഡ്യൂളിൻ്റെ ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിൽ വരുന്നതാണ് ഈ സിമാൻറ്റിക് വെബ്, RDF, GIS, ബയോളജിക്കൽ ഡേറ്റാബേസ്. ഇതൊക്കെ ജസ്റ്റ് തിയറി മാത്രമാണ്. ഇവിടെ നിങ്ങൾക്കൊരു essay ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഈ സിമാൻറ്റിക് വെബും RDFും കണക്റ്റഡ് ആണ്, അറിയാമല്ലോ. RDF എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇതൊരു ഫ്രെയിം വർക്കാണ് ഈ സിമാൻറ്റിക് വെബ്. RDF എന്ന് വെച്ചാൽ ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സിമാൻറ്റിക് വെബിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫ്രെയിം വർക്കിനാണ് നമ്മൾ RDF എന്ന് പറയുക. പിന്നെ GISും ബയോളജിക്കൽ ഡേറ്റാബേസും ജസ്റ്റ് തിയറിയാണ്, ഇത് നോക്കിക്കോളാം. ഇതിൽ എല്ലാം ഒന്ന് കുറേ കൂടെയൊക്കെ വീഡിയോ ചെയ്ത് തരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം പറ്റുന്ന രീതിക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ എക്സാം അല്ലേ, ഇനിയിപ്പോൾ കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സമയമില്ല. അപ്പോൾ നാളെ കൂടി എക്സാം ഉള്ളൂ എന്ന് തോന്നുന്നല്ലേ നിങ്ങളുടെ സെമസ്റ്ററിന്. എല്ലാം തീർന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇനി അടുത്ത സെമസ്റ്ററിലും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.